ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ മധുരത്തിനോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ടേസ്റ്റിനാണെങ്കിൽ ഒരു കുറവില്ലാത്ത രീതിയിലാണ് ഈ അവിൽ മിൽക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. ഷുഗറൊന്നും കൂടത്തൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണിത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷനിലൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സാണ്, അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് കപ്പലിൻ്റെ ഉണ്ടല്ലോ, അത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്താലും മതി. അതേപോലെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് എന്നിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത ചുമന്നാലും വേറെ അവിലുണ്ടല്ലോ, ചുമന്ന അവിൽ അതായാലും എടുത്താലും മതി. ഇത് വെള്ള അവിലാണിത് എടുത്തിരിക്കുന്നത്. ചുമന്ന കളറിലെ അവിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് ഇതാക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരണം. അതുവരെ ഒന്ന് പെട്ടെന്ന് ആവി കിട്ടും. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഏകദേശം 10ഓളം ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. അത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കി ഏകദേശം ഒരു 3/4 ലിറ്റർ പാലോളം ഉണ്ടത്. അതിൽ ബാക്കി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതാ ഒരു പാളയംതോടൻ പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. കുറച്ച് പാളയംതോടൻ, ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഇത്ര ഇടുന്ന ആവശ്യമില്ല. ഒരു 5ഓ 6ഓ മതി. ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഇത്ര എണ്ണം എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് മിക്സിയിലൊന്ന് അടിച്ചാൽ ഇത് അരിഞ്ഞു പോവും. അങ്ങനെ മിക്സിയിൽ അടിക്കേണ്ട, ഇതേപോലെ ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്നായി കിട്ടും. ഇതേപോലെ കിട്ടണം. നമുക്ക് നല്ലപോലെ അരയേണ്ട, അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കാത്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ആയി കിട്ടും. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. അത് ഏകദേശം 2-3 ഏലക്ക കുരു പൊടിച്ചെടുത്തതാണിത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഈത്തപ്പഴവും പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മധുരമാണ്. നമുക്ക് വേറെ അഡീഷണൽ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല മധുരം കിട്ടും. ഈത്തപ്പഴവും പഴവും ഒക്കെ അതിൻ്റെ ഒക്കെ മധുരം നല്ല രീതിയിൽ മധുരമുണ്ട്. വേറെ അഡീഷണൽ മധുരം ഒന്നും ആവശ്യമില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ച അവിൽ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഈത്തപ്പഴവും പാലും പഴവും ഒക്കെ ചേർത്ത് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നോമ്പിൻ്റെ സമയത്ത് ക്ഷീണം മാറാൻ ഈ വേനൽക്കാലത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് പ്രോട്ടീൻ ഓട്സാണ്. അത് ചോക്ലേറ്റ് ഓട്സാണ് ഇത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് ബൂസ്റ്റോ ഹോർലിക്സിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. 5 രൂപ പാക്കറ്റിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിത് കുറച്ചുകൂടെ ഹെൽത്തി ആവട്ടെ എന്നതിയാണ് ഓട്സ് കൂടെ ചേർത്തത്, ചോക്ലേറ്റ് ഓട്സ്. പിന്നെ നട്ട്സ്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇതേപോലെ അവിലും നട്ട്സും ഒക്കെ ഇതേപോലെ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ മിൽക്കാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അവിൽ മിൽക്കാണിത്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറും ഒക്കെ നിറയും. ഈ ചൂടുകാലത്ത് നല്ല ഫ്രഷോടെ ഇരിക്കാനും നല്ല ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു അവിൽ മിൽക്ക്. നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ചുകൂടി ഹെൽത്തിയാണിത്. അതിൻ്റെ കൂടെ കുറച്ച് തേനുണ്ടെങ്കിൽ, തേനില്ലെങ്കിലും മധുരം നല്ല മധുരമാണ്. ഉണ്ടെങ്കിൽ തേനൂടെ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നല്ല മധുരമാണ് ഇതിന്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.